പാവറട്ടി പഞ്ചായത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അമിതവേതനം ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, ലേബർ ഓഫീസർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കോൺട്രാക്ടേഴ്സ് തുടങ്ങിയവരുടെ സംയുക്ത യോഗമാണ് വിളിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. മിനിമം വേതനം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്നും നിർമ്മാണ മേഖലയിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് 935 രൂപയും സഹായികൾക്ക് 845 രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനമെന്ന് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ് അഭിപ്രായപ്പെട്ടു. ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഭൂരിഭാഗവും മടങ്ങിയെത്താത്തതാണ് തൊഴിലാളികളുടെ കുറവിന് കാരണം. ഇത് മുതലെടുത്ത് ചില മാനേജർമാരാണ് 1600 രൂപ വരെ കൂലി ഉയർത്തുന്നതിന് നിർദ്ദേശം നൽകി സ്ഥിതി വഷളാക്കുന്നത് എന്നും ഇത് നിർമ്മാണ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും നിർമ്മാണ തുക കുത്തനെ ഉയരാൻ കാരണമാകുമെന്നും കോൺട്രാക്ടേഴ്സ് അഭിപ്രായപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയിൽ പാവർട്ടി മേഖലയിൽ മെയിൻ തൊഴിലാളികൾക്ക് 1100 രൂപയും സഹായികൾക്ക് 950 രൂപയും നൽകാൻ ധാരണയായി. ഇതിൽ കൂടുതൽ കൂലി നൽകാതിരിക്കാൻ നാട്ടുകാർ ശ്രദ്ധിക്കണമെന്നും അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ ചെലവ് കുത്തനെ ഉയരുമെന്നും യോഗം നിർദ്ദേശിച്ചു. വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ജനപ്രതിനിധികളായ ഉമ്മർ സലീം, KC ഖാദർമോൻ, കമാലുദ്ദീൻ തോപ്പിൽ, ബിന്ദു സാംസൺ, KK ലക്ഷ ടീച്ചർ, പാവർട്ടി SI നാസർ M, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ നാരായണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജെദീൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജെസ്സി, കോൺട്രാക്ടർമാരായ ബർട്ടിൻ ചെറുവത്തൂർ, സാംസൺ ചിരിയങ്കണ്ടത്ത്, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ നമ്മുടെ ഇവിടെ ഒരു അതിഥി തൊഴിലാളി 1000 രൂപയ്ക്കൊക്കെയാണ് പണിക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ആളുകൾ കുറവുണ്ട് എന്നുള്ളതിന്റെ മുതലെടുത്തുകൊണ്ട് 1200, 1400, 1600 വരെ ചില ദിവസങ്ങളിൽ ഇവിടെ കൂലി പറയുന്ന അവസ്ഥയാണുള്ളത്. വളരെ കുറച്ച് ആളുകളാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത് കാരണം ഇവിടെയുള്ള ബിൽഡിംഗ് പണി നടത്തുന്ന കോൺട്രാക്ടേഴ്സിനും മറ്റുമൊക്കെ വലിയ ബാധ്യതയാണ് ഇത് വെച്ചുവെക്കുക. ഒരിക്കലും ഒരു കൂലി കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. മൊത്തത്തിൽ എല്ലാവർക്കും അത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ പൊതുവിൽ സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഇങ്ങനെ കൂലി കൂടുന്നത് നിർമ്മാണ മേഖലയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും ഉൾപ്പെടെ തെരുവിലിറങ്ങി ഇവരോട് സംസാരിക്കാനും തിരുത്താനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.